ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു ദിവസമാണ് ഇന്ന്. സുനിത വില്യംസ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിറങ്ങുകയുണ്ടായി. മറ്റുള്ള രാജ്യങ്ങളിൽ എന്ന പോലെ നമ്മളും വളരെ പൂരിതമായ നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. എന്താണ് ബഹിരാകാശ നിലയം? മനുഷ്യന്റെ താമസത്തിനും പരീക്ഷണങ്ങൾക്കും വേണ്ടി നിർമ്മിച്ച ഒരു പരീക്ഷണശാലയാണ് ബഹിരാകാശ നിലയം. ഇതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിലെ സാഹചര്യങ്ങളിൽ നടത്താൻ സാധിക്കാത്ത നിരവധി പരീക്ഷണങ്ങൾ നടത്തുവാൻ ബഹിരാകാശ നിലയത്തിൽ വെച്ച് സാധിക്കുന്നു. ഉദാഹരണം, സൂക്ഷ്മ ഗുരുത്വം, ബഹിരാകാശ വികിരണം, ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മരുന്ന്, വസ്തുക്കൾ, ജൈവ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ഇത് സഹായിക്കുന്നു. ഭാവിയിലെ ചന്ദ്രൻ, ചൊവ്വ തുടങ്ങിയ ദൗത്യങ്ങൾക്ക് തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയും ബഹിരാകാശത്ത് ദീർഘകാലം താമസിക്കുന്നതിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കാനും പരിഹരിക്കാനും ബഹിരാകാശ നിലയം ഉപയോഗിക്കുന്നു. ഈ ബഹിരാകാശ നിലയം ഒരു രാജ്യത്തിന്റെ വകയായിട്ട് ഉണ്ടാക്കിയതല്ല. വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും പങ്കാളിത്തത്തിനും ബഹിരാകാശ നിലയങ്ങൾ ഒരു വേദി ഒരുക്കുന്ന ഒരിടമാണ്. അമേരിക്ക, റഷ്യ, കാനഡ, ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾ ഒന്നുചേർന്ന് വ്യത്യസ്ത ഭാഗങ്ങൾ നിർമ്മിച്ച് സംയോജിപ്പിച്ച് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടാക്കിയത്. അതായത് ഒരു രാജ്യത്തിന്റെ മാത്രം ഒരു ഭാഗമല്ല, വിവിധ രാജ്യങ്ങളിൽ നിർമ്മിച്ച് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ഈ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് വ്യത്യസ്ത ഭാഗങ്ങൾ നിർമ്മിച്ച് സംയോജിപ്പിച്ചാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ 6 പേർക്ക് താമസിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ആവശ്യമെങ്കിൽ 13 പേർക്ക് വരെ അത് വ്യത്യാസപ്പെടുത്തുവാനായിട്ട് സാധിക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രികർ ഒരേ സമയം ചിലപ്പോൾ അവിടെ താമസിക്കാറുണ്ട്. വെള്ളത്തിന്റെ പ്രശ്നം അവിടെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? വെള്ളം ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പതിവ്. വെള്ളം ഒരു വലിയ പ്രശ്നം തന്നെയാണ് അവിടെ. അതുകൊണ്ട് മൂത്രം, വിയർപ്പ്, മറ്റ് മാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് വെള്ളം വീണ്ടെടുക്കുന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. കുടിക്കാൻ വെള്ളം ഭൂമിയിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോകുന്നത്. വെള്ളം അവിടെ വിലപ്പെട്ട ഒരു വസ്തുവാണ്. ഭക്ഷണവും ഭൂമിയിൽ നിന്ന് തന്നെ തയ്യാറാക്കി കൊണ്ടുപോകുന്നു. സാധാരണയായി ഉണങ്ങിയത്, ടിന്നുകളിൽ അടച്ചത്, പാക്കറ്റുകളിൽ നിറച്ചത്, അങ്ങനെയുള്ള രൂപത്തിലാക്കിയാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ അവിടെ നടത്തുന്നുണ്ട്. അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി അവിടെ പ്രത്യേക നിലയിൽ സൂക്ഷിക്കാറാണ് പതിവ്. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് ഭൂമിയിലേക്ക് വേറെ പേടകം വഴി അയക്കും. ഇനി അഥവാ അത് സാധിച്ചില്ല എങ്കിൽ ദൗത്യം കഴിയുമ്പോൾ പുറപ്പെടുന്ന സംഘത്തോടൊപ്പം ആ മൃതശരീരവും കൂടി കൊണ്ടുവരും. അവിടെ രോഗങ്ങൾ വന്നാൽ വൈദ്യസഹായത്തിനുള്ള ഉപകരണങ്ങളും മരുന്നുകളും അവിടെ ഉണ്ട്. ഭൂമിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പുകളും സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഇപ്പോൾ ഭൂമിയിലേക്ക് വന്നിറങ്ങിയ ഇവർ 8 ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടി പോയതാണ്. പക്ഷെ 9 മാസം കഴിഞ്ഞാണ് അവർ ഭൂമിയിലേക്ക് ഒരു തിരിച്ചുവരവ് അവർക്ക് സാധ്യമായത്. അവിടെ 9 മാസം താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വെല്ലുവിളി തന്നെയാണ്. അവരുടെ പേശികളുടെ ബലക്ഷയം, അസ്ഥികളുടെ പ്രശ്നം, മാനസികമായ പിരിമുറുക്കങ്ങൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ നേരിടേണ്ടതായിട്ട് വരും. നമുക്കറിയാം, കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. നമ്മൾ ഒരു 10 മണിക്ക് ഒരു ബസ് വരുമെന്ന് പറഞ്ഞിട്ട് 11 മണി വരെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അവിടെ പോയിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത വളരെ വലുതാണ്. ഒരു ട്രെയിൻ 5 മണിക്ക് വരുമെന്ന് പറയുമ്പോൾ ആ ട്രെയിൻ 4 മണിക്കൂർ വൈകിയാണ് വരുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്, അവിടെ കിടന്ന് പ്രയാസപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. 8 ദിവസത്തെ ദൗത്യത്തിന് പോയ ഒരു സംഘം യാത്രികര് 9 മാസത്തോളം അവിടെ ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാത്തിരിപ്പ് ഒരു വലിയ കാത്തിരിപ്പ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കൊറോണയെ നമ്മൾ അതിജീവിച്ചപ്പോൾ ഈ കൊറോണ എന്നൊന്ന് തീരും, എന്നൊന്ന് പുറത്തിറങ്ങി സ്വതന്ത്രമായിട്ട് നടക്കാൻ ആഗ്രഹിക്കുമെന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചതാണ്. ഇത് ബഹിരാകാശത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ 8 ദിവസം തങ്ങളുടെ ദൗത്യം കഴിഞ്ഞ് തിരിച്ചു പോരാമെന്ന് വിചാരിച്ച് പോയെങ്കിലും അത് നടക്കാതെ 9 മാസത്തോളം അവിടെ നീണ്ടുപോയപ്പോൾ, അവിടെ താമസിക്കേണ്ടി വന്നപ്പോൾ അവർക്കുണ്ടായ ആ ഒരു വെല്ലുവിളികൾ വളരെ വലുതാണ്. എന്നാൽ അതിൽ 1963 ജനിച്ച് നാവികസേനയുടെ പൈലറ്റായിട്ട് വിരമിച്ച ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ 4 തവണ ബഹിരാകാശ യാത്ര നടത്തിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അവിടെ വെച്ച് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്.
എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു അവൻ തൻ്റെ പദ്ധതികളും ലക്ഷ്യങ്ങളും മനുഷ്യരാശിയിലുടനീളം തൻ്റെ മഹത്വത്തിനായി നടപ്പിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ചില പദ്ധതികൾ നീണ്ടുപോകുമ്പോൾ, ചില കാലതാമസം നേരിടുമ്പോൾ, ചില തടസ്സങ്ങൾ നേരിടുമ്പോൾ ദൈവം അത് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുന്നു എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി, ആ വലിയ ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി. ഞാൻ ഈ വീഡിയോയിൽ ടാഗ്ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ്. അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും. ഇത് ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ, അദ്ദേഹം ഒരു കൂലി വാങ്ങി പ്രവചനം നടത്തുന്ന ഒരു പ്രവാചകനായിരുന്നില്ല. അന്ന് പ്രവാചക കോളേജുകളുണ്ട്, അവിടെ പഠിച്ചിറങ്ങുന്ന പ്രവാചകന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്. എന്നാൽ ഇദ്ദേഹം അങ്ങനെയൊന്നും നടന്ന ഒരാളായിരുന്നില്ല. ഇദ്ദേഹം ആട് മേയ്ക്കുന്ന ഒരുവനായിരുന്നു, കാട്ടത്തിപ്പഴം പെറുക്കി അതിൻ്റെ കൂടെ വിൽക്കുന്ന ഒരുവനും കൂടിയായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തെ പിടിക്കുകയും ഇസ്രായേലിനോടുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ദൂത് അറിയിക്കുവാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആമോസ്. ഇസ്രായേൽ വഞ്ചനയും ചതിയും കാണിച്ച് ദരിദ്രന്മാരുടെ ന്യായവും അവകാശവും മറിച്ചു കളഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ന്യായവിധി അയക്കും. വലിയ ന്യായവിധികളെ കുറിച്ച് പ്രവാചകൻ അവിടെ പറയുന്നുണ്ട്. ഭൂകമ്പം 2 വർഷത്തിന് ശേഷം ഭൂകമ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ ഭൂകമ്പം ഉണ്ടാകുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ പറയുന്നത്, ഞാൻ ന്യായവിധി നടത്തുമ്പോൾ നീ എവിടെ പോയി വിളിച്ചാലും ഞാൻ നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരും. നീ ഒരു കൊടുമുടിയുടെ മുകളിൽ കയറി വിളിച്ചാൽ ഞാൻ അവിടെ നിന്ന് തന്നെ ഇറക്കിക്കൊണ്ടുവരും. നീ പാതാളത്തിലേക്ക് വലിയ ഗുഹ തുറന്ന്, വലിയ ഇപ്പോൾ ഗസയിലുള്ള ആളുകളെല്ലാം ചെയ്തതുപോലെ വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ച് അവിടെ പോയാലും ഞാൻ നിന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുവരും, നിന്നെ എടുത്തുകൊണ്ടുവരും, എൻ്റെ കയ്യിൽ നിന്നെ പിന്തുടർന്നു വരും. അതല്ല, നീ ഇനി സമുദ്രത്തിന്റെ ആഴത്തിൽ പോയി അവിടെ നീ സുരക്ഷിതമായി പാർക്കാമെന്ന് വിചാരിച്ചാലും സർപ്പത്തെ അയച്ച് ഞാൻ നിന്നെ അവിടെ വെച്ച് കടിപ്പിക്കും. നീ ആകാശത്തിൽ കയറി കൂട് വെച്ചാലും, നീ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും എന്ന് ഇസ്രായേലിനോടുള്ള ഒരു ന്യായവിധിയുടെ ദൂത് പ്രസ്താവിക്കുന്ന വാചനമാണ് നാം ടാഗ്ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബുച്ച് വിൽമോർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായി, കഴിഞ്ഞ അനേക മാസങ്ങളായി ഒരു വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ചിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, നമ്മുടെ ഭൂമി വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ, നമ്മളുടെ പലവിധമായ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിൽ, പലവിധമായ രോഗപരമായ കാര്യങ്ങളാൽ പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വൈകുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന, വലിയ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുകയാണ്, നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എല്ലാം മനുഷ്യന്റെ പരമമായ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ചില വൈകലുകൾ, ചില കാലതാമസങ്ങൾ, ചില തടസ്സങ്ങൾ, ഇതെല്ലാം ദൈവം നമുക്ക് നന്മയ്ക്കാക്കി തീർക്കുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. 8 ദിവസത്തെ ഒരു ദൗത്യത്തിന് വേണ്ടി പോയ മനുഷ്യൻ 9 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം നിരാശപ്പെടുന്നില്ല, അദ്ദേഹം ദൈവത്തെ കുറ്റപ്പെടുന്നില്ല. അദ്ദേഹം ദൈവത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആകാശത്ത് വെച്ച് പറയുകയാണ്, എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരുപക്ഷെ ഒരു രോഗത്തിൻ്റെ നടുവിൽ, വിട്ടുമാറാത്ത ഒരു രോഗത്തിൻ്റെ നടുവിൽ, സാമ്പത്തികമായ ഞെരുക്കത്തിന് നടുവിൽ, ഒരു പ്രയാസത്തിന്റെ നടുവിൽ, ഒരു തെറ്റിദ്ധാരണയുടെ നടുവിൽ, ഒരു ഓഫീസ് സംബന്ധമായ വിഷയങ്ങളുടെ നടുവിൽ നീ ക്ലേശപ്പെടുന്നോ, ഭാരപ്പെടുന്നോ? എന്നാൽ നീ ഉറപ്പായിട്ടും ദൈവവചനത്തെ വിശ്വസിക്കുക, ദൈവവചനത്തിന് നീ ആമേൻ പറയുക. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും ദൈവം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്നു. ഇനി വചന കേൾവി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആശ്വാസത്തിനും ഒരു അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തടസ്സങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില കാത്തിരിപ്പുകൾ, ഇതൊക്കെ ഞങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. കർത്താവെ, ഇത് മാറുന്നില്ലല്ലോ, ഇത് നീങ്ങുന്നില്ലല്ലോ, ഇത് സാധിച്ചു കിട്ടുന്നില്ലല്ലോ, ഈ രോഗം മാറുന്നില്ലല്ലോ, ഈ പ്രയാസം നീങ്ങുന്നില്ലല്ലോ, എൻ്റെ ആ ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നില്ലല്ലോ എന്നെല്ലാം ഞങ്ങൾ വളരെ കർത്താവെ ക്ലേശത്തോടെ അങ്ങേ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് കർത്താവെ. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പരമമായ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് കൂടി വ്യാപരിപ്പിക്കുന്നു എന്നുള്ള അങ്ങയുടെ തിരുവഴുത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. സ്വർഗത്തിൽ നിന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചേറിയ ദൈവത്തിന്റെ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധ്യപഞ്ചകളെയും വേരുപിടിക്കും വരെ തുളച്ചില്ലുന്ന ദൈവത്തിന്റെ വചനം, അത് ഞങ്ങൾ ആമേൻ പറയുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ഞങ്ങളുടെ പരമമായ നന്മയ്ക്കാക്കിയിട്ട് അവിടെ തീർക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. വിശേഷിച്ച ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പ്രത്യേകം കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവരുടെ ആവശ്യങ്ങളെ മേൽ കരുണ കാണിക്കണമേ കർത്താവെ. അവരോട് മനസ്സലിവ് കാണിക്കണമേ കർത്താവ്. എല്ലാ തടസ്സങ്ങളും മാറി അവർക്ക് വിടുതലുകളും സ്വാതന്ത്ര്യവും കൊടുക്കണമേ കർത്താവെ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മുഖത്തെടുത്താൽ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ.